श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपः कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सागररघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सागरललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिंधु दीनबंधो जगत्पते गोवेश गोपिका कांदा राधा कांत नमोस्तुते। सप्तकांजन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यैव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। मूकं करोति वादलं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्य ईश्वरं। हरि ओं तत्सत्। ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. എല്ലാ ഭക്തജനങ്ങളുടെയും പാതാരവിന്ദങ്ങളിൽ എൻ്റെ വിനീതമായ പ്രണാമം. അതോടൊപ്പം തന്നെ ശ്രീലപ്രഭുവാദർക്കും ദേവതാസ്വാമി ഗുരുമഹാരാജനും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്ന 13-ാം അധ്യായം ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു, അർജുനൻ ഭഗവാനോട് ചോദിക്കുന്ന 6 കാര്യങ്ങൾ. പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ്വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവാച. അർജുനൻ പറഞ്ഞു, കേശവ, ഹേ കേശവ, പ്രകൃതി പ്രകൃതി, പുരുഷം പുരുഷൻ, ക്ഷേത്രം ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ ക്ഷേത്രജ്ഞൻ, ജ്ഞാനം ജ്ഞാനം, ജ്ഞേയം അറിയേണ്ടത്, ഏതത് ഏവ ഇതിനെക്കുറിച്ചെല്ലാം, വേദിതും ഇച്ഛാമി അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഹേ കേശവ, പ്രകൃതി പുരുഷൻ ക്ഷേത്രം ക്ഷേത്രജ്ഞൻ ജ്ഞാനം അറിയേണ്ടത് ഇതിനെക്കുറിച്ചെല്ലാം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോ അർജുനന്റെ ഈ ചോദ്യത്തിന് ഭഗവാൻ പറയുന്ന മറുപടിയാണ് ഈ 13-ാം അധ്യായത്തില്. ഇപ്പോ 12-ാം അധ്യായത്തോട് ഭക്തിയോഗം അവസാനിച്ചു. ഇനി ഇപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് ജ്ഞാനയോഗം. ഇപ്പോ ശ്രീപ്രഭുവാർ എപ്പോഴും പറയുന്ന കാര്യമാണ്, അറിവില്ലാതെ ഭക്തി മാത്രം കൊണ്ട് പ്രയോജനം. കാരണം നമ്മൾ ആരെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഭക്തി ആചരിക്കാനായിട്ട്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് അർജുനൻ ഇവിടെ ചോദിക്കുന്നത്, ഈ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ഷേത്രജ്ഞൻ ശരീരത്തെ അറിയുന്നവൻ ആരാണ്, പിന്നെ എന്താണ് യഥാർത്ഥത്തിലുള്ള അറിവ്, ഇതിനെക്കുറിച്ചെല്ലാം എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നാലും എന്നുള്ള അർജുനന്റെ ചോദ്യത്തിന് ഭഗവാൻ പറയുന്ന മറുപടി ആണ് 2-ാം ശ്ലോകം മുതൽ തുടങ്ങുന്നത്. ശ്ലോകം 2. ശ്രീ ഭഗവാൻ ഉവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയതേ ഏതത് യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദുഃ തദ്വിദഃ. ശ്രീ ഭഗവാൻ ഉവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയതേ ഏതത് യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ശ്രീ ഭഗവാൻ ഉവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയതേ ഏതത് യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 2. ശ്രീ ഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വേത്തി തം ബാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ശ്രീഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത്തെ ഏതദ്യോ വേത്തിദം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഇദം ശരീരം ശ്രീ ഭഗവാൻ ഉവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യാദി വിധീയതേ ഏതദ്യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യാഭിധീയതേ ഏതദ്യോ വേത്തിദം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രം വിദ്യാവിധീയതേ യദ്യതോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാരുടെ വിവർത്തനം ഭാവാർത്ഥവും. ശ്രീ ഭഗവാൻ വാച പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, കൗന്ദേയ, ഹേ കുന്തി പുത്ര, ഇതം ശരീരം, ഈ ശരീരം, ക്ഷേത്രം ഇതി, ക്ഷേത്രമെന്ന്, അഭിധീയതേ, പറയപ്പെടുന്നു. ഏതത്, ഇതിനെ, യഹ വേത്തി, ആരാണോ അറിയുന്നത്, തം, അവനെ, ക്ഷേത്രജ്ഞ ഇതി, ക്ഷേത്രജ്ഞനെന്ന്, തദ് വിദുഹു, ഇത് അറിയുന്നവർ, പ്രാഹുഹു, പറയുന്നു. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, ഹേ കുന്തി പുത്ര, ഈ ശരീരം ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു. ഇതിനെ ആരാണോ അറിയുന്നത് അവനെ ക്ഷേത്രജ്ഞനെന്ന് ഇത് അറിയുന്നവർ പറയുന്നു. ഇപ്പൊ ഇത് ഭഗവാന്റെ മാത്രം അഭിപ്രായമായിട്ടല്ല, അറിവുള്ളവർ ഇതിനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഭഗവാനോട് പറയുന്നത്. അപ്പോ പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞാനവിഷയം. അപ്പോ ഈ 6 കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയാനായിട്ട് അർജുനൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഭഗവാൻ ഇവിടെ അതിനുള്ള ഉത്തരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ശരീരമാണ്. അപ്പോ ഈ ശരീരത്തിനെ കുറിച്ചിട്ട് യഥാർത്ഥത്തില് ആരാണോ അറിയുന്നത് അവനാണ് ക്ഷേത്രജ്ഞൻ. ഒരു ബദ്ധനായിട്ടുള്ള ഒരു ജീവാത്മാവിന്റെ കർമ്മവേദിയാണ് ശരീരം എന്ന് ശ്രീലപ്രഭുവാര് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ബദ്ധരായിട്ടുള്ള ജീവാത്മാക്കൾ എന്താണ് ചെയ്യുന്നത്? അവര് ഈ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്താനും അതുപോലെ തന്നെ ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ട് ശ്രമിക്കും. അവരതിനു വേണ്ടിയിട്ട് കഠിനമായ തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യും. പിന്നെ നല്ല രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കും. അപ്പോ അങ്ങനെയുള്ളവര് ബദ്ധജീവാത്മാക്കൾ അതിൽ സന്തുഷ്ടരാണ്. എന്താണ് കാരണം? കാരണം അവർ ചിന്തിക്കുന്നത് ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരം ആണ് എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോ വ്യായാമം ചെയ്യണ്ടെന്നല്ല പറയുന്നത്. വ്യായാമം ചെയ്ത് നമുക്ക് ഈ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്താം. കാരണം നമുക്ക് ആധ്യാത്മികമായിട്ട് ഭഗവത് സേവനം അനുഷ്ഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു മാധ്യമം വേണം. അതിനുള്ള മാധ്യമമാണ് ഈ ശരീരം. അപ്പൊ വ്യായാമം ചെയ്തിട്ട് ഈ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തുന്ന പോലെ തന്നെ നമ്മൾ ആത്മീയപരമായിട്ടും ഈ ശരീരത്തിനെ നമ്മൾ ശക്തിപ്പെടുത്തണം. ശ്രീലപ്രഭുവായുടെ ഭാവാർത്ഥം നോക്കിയാൽ അറിയാം, ശരീരമാകുന്ന ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു വയൽ പോലെയാണ് എന്ന് പ്രഭുവാദർ പറയുന്നുണ്ട്. വയൽ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കും? നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. കൃഷി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് അതിൽ നിന്ന് വിളവ് കിട്ടും. അപ്പോ നമ്മുടെ അധീനതയിലുള്ള ഈ ശരീരത്തെ നമ്മൾ ആത്മീയപരമായിട്ടോ അല്ലെങ്കിൽ ഭൗതികപരമായിട്ടോ നമുക്ക് പുഷ്ടിപ്പെടുത്താം. അപ്പൊ അത് ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള തീരുമാനം ഭഗവാൻ അത് നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അത് നമ്മുടെ കയ്യിലാണ്. അപ്പോ ആധ്യാത്മികമായിട്ട് പുരോഗതി കൈവരിക്കുകയാണെന്നുണ്ടെങ്കിൽ നാം ഈ ശരീരമാണ് എന്നുള്ള ആ ചിന്തയിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാനായിട്ട് സാധിക്കും. എന്താണ് ആധ്യാത്മിക പുരോഗതി?
നാം എല്ലാവരും തന്നെ കൃഷ്ണന്റെ അംശമാണ്. ജീവേര സ്വരൂപമായ കൃഷ്ണേര നിത്യദാസ. നാം ബ്രഹ്മമാണ്, ഭഗവാൻ പരബ്രഹ്മമാണ് എന്നുള്ള ഈ ഒരു തിരിച്ചറിവ്. അപ്പൊ ഈ ഒരു അറിവാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത്. മൃഗങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് പാപപൂർണമാണ്. കാരണം അവരറിയുന്നില്ല അവർ ചെയ്യുന്നത് പാപമാണ് എന്നുള്ളത്. പക്ഷെ നാം മൃഗങ്ങൾ ചെയ്യുന്നത് പോലെ നമ്മുടെ ആഹാരം കഴിക്കുക, എണ്ണ ചേരുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ജന്മം നമുക്ക് കിട്ടുന്ന മൃഗങ്ങളുടെ ശരീരമായിരിക്കും. ആഹാരനിദ്ര ഭയമൈതനം ച സാമാന്യമേത് പശുപരനരാണാം ധർമ്മോഹിതേഷോ അധികോ വിശേഷോ ധർമ്മേനഹീന പശുവി സമ്മാനം. ഈ ആഹാരം, നിദ്ര, ഭയം, മൈഥുനം, ഈ 4 കാര്യങ്ങൾ സാമാന്യമാണ്, കോമൺ ആണ് മനുഷ്യരിലും മൃഗങ്ങളിലും. മനുഷ്യരും ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മൃഗങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ മൃഗങ്ങൾ ചെയ്യാത്ത ഒരു കാര്യമുണ്ട്, ഈശ്വരനെ അറിയുക എന്നുള്ളത്. അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മം ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഭഗവാൻ തന്നെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ധർമ്മം സാക്ഷാത് ഭഗവത് പ്രണീതം. എന്താണ് മനുഷ്യന്റെ ധർമ്മം എന്നുള്ളത് ഭഗവാൻ നമുക്ക് വൈദിക ഗ്രന്ഥങ്ങളിൽ കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ധർമ്മം നമ്മൾ ആചരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ധർമ്മേനഹീന പശുവി സമ്മാന, നമ്മള് മൃഗങ്ങൾക്ക് തുല്യരാണ് എന്നും അഥർവവേദത്തിൽ പറയുന്നുണ്ട്. അപ്പോ ഋഷഭദേവൻ 5-ാം സ്കന്ധത്തില് തന്റെ 100 മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമുണ്ട്. തപോ ദിവ്യം പുത്രകായേന ശുദ്ധേ സത്വം യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. അപ്പോ എന്താണ് ഋഷഭദേവൻ പറയുന്നത്? ഋഷഭദേവൻ ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ അവതാരമാണ്. നിങ്ങൾ ഈ വിലപ്പെട്ട മനുഷ്യ ശരീരം ഈ നായ്ക്കളെയും പന്നികളെയും പോലെ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് പറയുന്നത്. പന്നികൾ എന്താ ചെയ്യുന്നത്? അവർ ആഹാരം കഴിക്കും. അവരുടെ പ്രധാനപ്പെട്ട ആഹാരം എന്താണ്? അമേദ്യം. അതിൽ അവർ സന്തുഷ്ടരാണ്. പിന്നെ അവരത് എന്ത് ചെയ്യും? മൈഥുനം, ഇണ ചേരും. നമുക്ക് പന്നിക്കൂട്ടങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഓരോ വർഷവും അവർ എത്ര മക്കളെയാണ് അവര് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ. കാരണം അവർക്ക് ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഭക്ഷണം കഴിക്കുക, മൈഥുനം ചെയ്യുക. അപ്പോ എണ്ണമില്ലാത്തത്രയും മക്കളുണ്ടാവും ഓരോ പന്നികൾക്കും. അങ്ങനെ അവര് വളരെ സന്തുഷ്ടവരായിട്ട് കഴിയുകയാണ് ചെയ്യുന്നത്. അപ്പോ പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുന്ന ശ്രേയപ്രഭുവാർ പറയുന്നുണ്ട്, ഏറെക്കുറെ ഈ പന്നികളുടെ ജീവിതത്തിന് തുല്യമാണ്. ഇന്നിപ്പോ പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രമല്ല, ഇന്ത്യയിലും വലിയ വലിയ സിറ്റികളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള സംസ്കാരം തന്നെ കാണാനായിട്ട് സാധിക്കും. വൈദിക സംസ്കാരത്തില് നമുക്കറിയാം, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും ഭക്ഷണം കഴിക്കില്ല. സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കും. ഗുരുകുല സമ്പ്രദായത്തിലും അങ്ങനെ തന്നെയാണ്. വൈകിട്ട് 4 മണിക്കാണ് അവരുടെ ഭക്ഷണം. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഭക്ഷണമില്ല. പിന്നെ സന്ധ്യയ്ക്ക് അവര് 6:30 മണിയാകുമ്പോൾ ഉറങ്ങും. കുട്ടികളെല്ലാം കിടന്നുറങ്ങും. ഉറങ്ങുന്നതിന് മുമ്പ് അവർക്ക് 1 ഗ്ലാസ് പാല് കൊടുക്കും. ഇത്ര മാത്രമേ ഉള്ളൂ ഒരു രാത്രിയത്തെ ഭക്ഷണം. അപ്പൊ അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് പറഞ്ഞാൽ, അവർക്ക് രാവിലെ 2:30 ആകുമ്പോൾ അവർക്ക് എണീക്കാനായിട്ട് സാധിക്കും. അവരുടെ ദിനചര്യകളെല്ലാം അവർക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ പരിശീലിപ്പിക്കുന്നത്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ, നമ്മളിപ്പോ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും, അവിടെ രാത്രി 12 മണിക്കും 1 മണിക്കൊക്കെ ഈ ഹോട്ടലുകൾ തുറന്നിരിക്കും. ആ സമയത്താണ് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ ഇപ്പോ നമ്മളിപ്പോ പക്ഷികളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, പക്ഷികൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനെ അവർ ചേക്കേറും. പിന്നെ അവര് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അവര് ഭക്ഷണം ഇര തേടി പോകുന്നില്ല. അപ്പോ വാസ്തവത്തിലെ ഈ പക്ഷികളുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്, മറ്റുള്ള എല്ലാ മൃഗങ്ങളും അതുപോലെ തന്നെയാണ്. രാത്രി അവരാരും ഇര തേടി പോകാറില്ല. വളരെ അപൂർവം ചില മൃഗങ്ങൾ ഒഴിച്ച് ഈ വവ്വാലൊക്കെ പോകും. കാരണം അതിന് രാത്രിയെ കണ്ണ് കാണുള്ളൂ. അതല്ലാതെ പൊതുവെ എല്ലാ പക്ഷികളും മൃഗങ്ങളും രാത്രി അവർ ഇര തേടാറില്ല. അപ്പോ അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിനേലും മികച്ചതാണ് ഈ മൃഗങ്ങളുടെ ജീവിതം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ ഈ ഒരു അറിവ്, അതായത് നാം ഈ ശരീരം അല്ല, നാം ആത്മാവാണ്
എന്നുള്ള ഈ ഒരു തിരിച്ചറിവ്, അത് വളർത്തിയെടുക്കലാണ് ഈ ധർമ്മം എന്ന് പറയുന്നത്. ഭഗവാൻ ഈ ശരീരത്തിനെ ക്ഷേത്രം എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്രത്തിൽ എന്താണ് പൊതുവെ നടക്കുന്ന കാര്യങ്ങൾ? ക്ഷേത്രത്തിൽ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ഭഗവാന് ആരാധനകൾ നടക്കും, ഭഗവാന്റെ കഥകൾ പറയും, ഭഗവാന് വേണ്ടി കീർത്തനം ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. അപ്പോ നമ്മളുടെ ഈ മനുഷ്യ ശരീരം അതും ക്ഷേത്രം ആണ് എന്നുള്ളതാണ് ഭഗവാൻ അർജുനന് നൽകുന്ന മറുപടി. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയതേ. ഈ ശരീരത്തിനാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഈ മനുഷ്യ ശരീരം ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കണം. അപ്പോ ആരാണ് ക്ഷേത്രജ്ഞൻ എന്നുള്ളതാണ് അടുത്ത വരി പറയുന്നത്. ആരാണ് ഈ ശരീരത്തിനെ കുറിച്ചിട്ട് അറിയുന്നത്, ക്ഷേത്രത്തിനെ കുറിച്ച് അറിയുന്നത്? അയാളാണ് ക്ഷേത്രജ്ഞൻ. നമുക്ക് നമ്മുടെ മാത്രം ശരീരത്തിനെ കുറിച്ചിട്ടേ അറിയുള്ളൂ. അതും തന്നെ ഒരു പരിധി വരെ മാത്രം. കാരണം എന്താണ്? നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അപൂർണമാണ്, നമ്മളുടെ അറിവ് അപൂർണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ശരീരത്തിനെ കുറിച്ച് തന്നെ വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കില്ല. നമ്മളുടെ ഈ ശരീരത്തിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും തന്നെ അറിയാൻ സാധിക്കില്ല. ഇപ്പോൾ വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ മെഷീൻസ് ഒക്കെ കാണാം. നമ്മുടെ ശരീരം സ്കാൻ ചെയ്തിട്ട് ശരീരത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരും. പക്ഷെ അതിനും ഒരു പരിമിതിയുണ്ട്. എന്തുകൊണ്ടാണ് ആ പരിമിതി ഉണ്ടായിരിക്കുന്നത്? കാരണം ഈ എക്യുപ്മെന്റ്സ്, ഈ ഉപകരണങ്ങളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ മനുഷ്യരുടെ അറിവിന് പരിമിതി ഉള്ളത് കാരണം തന്നെ ഈ മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഈ ഉപകരണങ്ങൾക്കും പരിമിതിയുണ്ട്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന അറിവും പൂർണ്ണമല്ല. അപ്പോ ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് പ്രകൃതി? അപ്പോ ഭഗവാൻ അതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. ഈ പ്രകൃതി, ഭൗതിക പ്രകൃതി, അതുപോലെ തന്നെ നാം ജീവാത്മാക്കളും ഈ ഭൗതിക പ്രകൃതിയുടെ തന്നെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് നമ്മളും ഈ പ്രകൃതിയിൽ പെടും. അപ്പൊ ഭഗവാൻ ഈ ഭൗതിക ലോകം, അതുപോലെ തന്നെ ജീവാത്മാക്കളെ ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ, ഭഗവാന്റെ ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഈ ഭൗതിക പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ എങ്ങനെ നമ്മൾ ചൂഷണം ചെയ്യുന്നുണ്ട്? അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ പണിയും, അതുപോലെ തന്നെ കാടുകളെല്ലാം വെട്ടി തെളിയിച്ച് വെളുപ്പിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഭൂമിയുടെ ഈ ഭൗതിക പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്താണ് അതിന്റെ അനന്തരഫലം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭൗതികമായിട്ടുള്ള ക്ലേശങ്ങൾ, 3 തരത്തിലുള്ള ക്ലേശങ്ങളെ പറ്റി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം. നമ്മളെ കൊണ്ട് തന്നെ നമുക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ആദി ദൈവികം, ഈ നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതിക്ഷോഭം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. മറ്റുള്ള ജീവജാലങ്ങളെ കൊണ്ടും നമ്മൾ കഷ്ടപ്പാടുകൾ നമ്മൾ തന്നെ വരുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്നു നമ്മുടെ കഷ്ടപ്പാടുകൾ. അങ്ങനെ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന ഈ ചലന്തി വലയിൽ നമ്മൾ തന്നെ കുടുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു സ്ത്രീക്ക് ഒരു പുരുഷനാകാൻ സാധിക്കില്ല. അത് പ്രകൃതി വിരുദ്ധമാണ്. ചൈതന്യ ചരിതാമത്തിൽ പറയുന്നുണ്ട്, ഏകലേ ഈശ്വര കൃഷ്ണ ആർ സഭ ഭൃത്യ. ഈശ്വരൻ എന്ന് പറയുന്നത് കൃഷ്ണൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഭൃത്യരാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുരുഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ മാത്രമേ പുരുഷനായിട്ടുള്ളൂ. ബാക്കി നമ്മൾ പുരുഷ രൂപത്തിലാണ് എന്നുണ്ടെങ്കിലും നമ്മളെല്ലാം ഭഗവാന്റെ തന്നെ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും തന്നെ പ്രകൃതി അല്ലെങ്കിൽ സ്ത്രീ ആണ്. അപ്പൊ ഈ ഭൗതിക ലോകത്തില് എല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ആസ്വദിക്കാം എന്നാണ് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിലും അത് സാധ്യമല്ല എന്നുള്ളതാണ് ശ്രീലപ്രഭുപാദർ പറയുന്നത്. കാരണം ഈ ഭൗതിക പ്രകൃതി ഭഗവാൻ കൃഷ്ണന്റെ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അപ്പൊ ഈ ഒരു വസ്തുത നാം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ
നമുക്ക് ശാന്തിയും സമാധാനവും കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതാണ് ശരിയായിട്ടുള്ള അറിവ്. നമ്മൾ 5-ാം അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകത്തിൽ കണ്ടിരുന്നു, ഭോക്താറാം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി നിർത്തി. ആർക്ക് ശാന്തിയും സമാധാനവും കൈവരിക്കാനായിട്ട് സാധിക്കും? ഭോക്താരം, ഈ ഭൗതിക ലോകത്തിന്റെ ഭോക്താവ്. പിന്നെ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും എല്ലാം സ്വീകരിക്കുന്നത് ആരാണോ? അത് ഭഗവാനാണ്. സർവലോക മഹേശ്വരൻ, എല്ലാ ലോകങ്ങളുടെയും മഹേശ്വരൻ, ഈശ്വരന്മാരുടെയും ഈശ്വരനായിട്ടുള്ളത് ഭഗവാൻ കൃഷ്ണനാണ്. സുഹൃതം സർവഭൂതാനാം, എല്ലാ ജീവജാലങ്ങളുടെയും ഒരേ ഒരു സുഹൃത്ത്, യഥാർത്ഥത്തിലുള്ള സുഹൃത്തുള്ളത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ ശാന്തിയും സമാധാനവും കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ അർജുനന്റെ ആദ്യത്തെ ചോദ്യങ്ങൾ, അതായത് എന്താണ് പ്രകൃതി, ആരാണ് പുരുഷൻ, ഇതിനെക്കുറിച്ചെല്ലാം ഭഗവാൻ പിന്നീടാണ് വിശദീകരിക്കുന്നത്. ആദ്യം തന്നെ കൃഷ്ണൻ ഈ ശരീരത്തിനെ കുറിച്ചിട്ടാണ് പറയാൻ തുടങ്ങുന്നത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയതേ. എന്തുകൊണ്ടാണ് നമുക്ക് വിവിധ തരത്തിലുള്ള ശരീരങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നത്? കാരണം നമ്മളുടെ വിവിധ തരത്തിലുള്ള ആഗ്രഹങ്ങൾ കാരണം. ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നു. പലപ്പോഴും നമുക്ക് ആ കർമ്മങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ കർമ്മങ്ങൾ വീണ്ടും തുടർന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് ഉതകുന്ന രീതിയിലുള്ള ശരീരം സ്വീകരിക്കേണ്ടി വരുന്നു. ഇപ്പൊ നമ്മളൊരു ഒരു ലെക്ചറിൽ പറയുന്നുണ്ട്, ഇപ്പൊ നമ്മളൊരു നല്ല ഒരു വീട് പണിയാണെന്നുണ്ടെങ്കിൽ അത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പൊ അതുപോലെ തന്നെ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നതാണ്. കൃഷ്ണൻ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുന്നുണ്ട്. നമുക്ക് ഭൗതികമായിട്ട് നമുക്ക് പുരോഗതി പ്രാപിക്കണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആയിക്കോളൂ, അതിന് വിരോധമില്ല. അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. ഇനി ആത്മീയമായിട്ട് പുരോഗതി കൈവരിക്കാനാണോ നമുക്ക് ആഗ്രഹം, അതിനുള്ള സാഹചര്യങ്ങളും ഭഗവാൻ ഒരുക്കി തരുന്നുണ്ട്. ഭഗവാൻ പറയുന്നുണ്ട്, ഏറ്റവും അവസാനം പറയുന്നുണ്ട്, സർവധർമാൻ പരിത്യജ മാം ഏകം ശരണം പ്രജ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ചോളൂ, എന്നിട്ട് എന്നെ മാത്രം ശരണം പ്രാപിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇങ്ങനെ പലതരത്തിലുള്ള ഉപദേശങ്ങളും ഭഗവാൻ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ ജനങ്ങള് അത് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. എല്ലാവർക്കും എന്താ വേണ്ടത്? ഭൗതികമായിട്ട് ആസ്വദിക്കണം, ഈശ്വരന് സമർപ്പിക്കുക എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഈശ്വരന് ഒന്നും തന്നെ സമർപ്പിക്കുന്നില്ല. നമ്മളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഈശ്വരനെ സമീപിക്കുന്നവരാണ്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ വാസ്തവത്തില് നമ്മൾ ഈ ഭൗതിക പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ നമുക്ക് ഈ ഭൗതിക പ്രകൃതിയെ സൃഷ്ടിച്ചിരിക്കുന്നതിനെ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ശരീരങ്ങൾ തരുന്നത്, വിവിധ തരത്തിലുള്ള ശരീരങ്ങൾ തരുന്നത്, ഇപ്പൊ നായ ആയിക്കോട്ടെ, പന്നി ആയിക്കോട്ടെ, പട്ടി ആയിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, പാമ്പായിക്കോട്ടെ, എല്ലാം തന്നെ നമ്മളുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ, അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമുക്ക് തരുന്നതാണ് ഈ ശരീരങ്ങൾ. ഇപ്പൊ ഈ ദാമോദര മാസമാണ്, നമുക്ക് ഈ മണിഗ്രീവന്റെയും നടപ്പുവേരന്റെയും കഥ അറിയാം. അവര് വസ്ത്രമില്ലാതെ പൊയ്കയിൽ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നാരദ മഹർഷി അതുവഴി വന്നു. അപ്പോ നാരദ മഹർഷി അവർ ബഹുമാനിച്ചില്ല. അപ്പോ നാരദ മഹർഷി പറഞ്ഞു, നിങ്ങളിങ്ങനെ മൂത്തവരെ ബഹുമാനിക്കാതെ നിങ്ങളിങ്ങനെ വിവസ്ത്രരായിട്ട് നിന്ന് കുളിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വിവസ്ത്രരായിട്ട് നിൽക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ മൃഗങ്ങൾ അല്ല, ഈ വൃക്ഷങ്ങള് ഒരു വസ്ത്രം എടുക്കില്ലല്ലോ. അപ്പോ നിങ്ങൾ വൃക്ഷങ്ങളായിട്ട് തീരട്ടെ എന്നുള്ള ആ ഒരു ശാപം നാരദമുനി കൊടുത്തു. പക്ഷെ നാരദമുനി വളരെ ദയാലുവാണ്. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു,
നിങ്ങള് ഈ വൃക്ഷങ്ങളായിട്ട് ഗോകുലത്തിന്റെ മുറ്റത്ത് നിങ്ങൾ ജന്മം എടുക്കും. ദ്വാപരയുഗത്തില് ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭഗവാന്റെ കൈ കൊണ്ട് തന്നെ മോക്ഷം കിട്ടും എന്നുള്ള ആ ഒരു വരവും കൊടുത്തു. അപ്പോൾ അതാണ് നമ്മളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് ഓരോ ശരീരങ്ങള് സ്വീകരിക്കേണ്ടി വരുന്നത്. ഇപ്പോ മാംസാഹാരത്തിന് അധിക താല്പര്യമുള്ളവര് അടുത്ത ജന്മത്തിൽ തീർച്ചയായിട്ടും കടുവകളൊക്കെ ആയിട്ട് ജന്മം എടുക്കേണ്ടി വരും. അതുപോലെ നീന്തൽ താരങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അവരൊക്കെ സദാസമയം വെള്ളത്തിൽ തന്നെയാണ്. അപ്പൊ അടുത്ത ജന്മത്തിൽ അവർക്ക് ജലജീവികളായിട്ട് ജന്മം എടുക്കേണ്ടി വരും. അപ്പോ കൃഷ്ണനല്ല നമ്മുടെ ശരീരം സൃഷ്ടിക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മുടെ ഈ ശരീരം സൃഷ്ടിക്കുന്നത്. അപ്പോ കൃഷ്ണൻ നേരിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ മായാദേവിക്ക് നിർദ്ദേശം കൊടുക്കും. അപ്പൊ കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് മായാദേവി നമുക്ക് ഉതകുന്ന രീതിയിലുള്ള ശരീരങ്ങൾ നൽകുന്നത്. കാരണം മായാദേവി പോലും ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രകൃതിയിൽ കാണുന്ന ഓരോ വസ്തുക്കളും ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം എന്ന് നമ്മൾ വായിച്ചിരുന്നു. എന്റെ അധ്യക്ഷതയിലാണ് പ്രകൃതി. ചരവും അചരവും, ചരിക്കുന്നതും ചരിക്കാത്തതുമായിട്ടുള്ള എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് എന്റെ അധ്യക്ഷതയിലാണ്, എന്റെ നിയന്ത്രണത്തിലാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. 84 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. ഇവരെല്ലാവരും തന്നെ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. അപ്പോ ആ ഒരു അറിവ് അതാണ് നമുക്ക് ഉണ്ടാവുന്നതാണ്. നാം ഈ ശരീരമല്ല, നാം ആത്മാവാണ്. ആത്മാവിന്റെ ബാഹ്യമായിട്ടുള്ള വസ്ത്രമാണ് ഈ ശരീരം എന്നുള്ള ആ ഒരു അറിവ് നമുക്ക് ഉണ്ടാകണം. ഇപ്പോ നമ്മളുടെ ഈ സംസാര ഭാഷയിൽ തന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ നമ്മളൊക്കെ പൊതുവെ എന്താ പറയുക, നമുക്ക് സുഖമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല സുഖമില്ല എന്ന് പറയും. പക്ഷെ ഇപ്പൊ ബംഗാളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബംഗാളികൾ ഇപ്പൊ പറയും അവർക്ക് സുഖമില്ല എന്നുണ്ടെങ്കിൽ അവരെന്താ പറയാ, അമാർ ശരീർ ബാലോനെ എന്ന് പറയും. അതായത് എന്റെ ശരീരത്തിന് സുഖമില്ല എന്ന് പറയും. അപ്പൊ എന്റെ ശരീരത്തിന് സുഖമില്ല എന്ന് പറയുമ്പോൾ ഈ ഞാൻ ആരാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഞാൻ എന്ന് പറയുന്നത് ആത്മാവാണ്. അവരുടെ കോമൺ ലാംഗ്വേജ് ആണത് ബംഗാളികളുടെ. അമാർ ശരീർ ബാലോനെ, എന്റെ ശരീരത്തിന് സുഖമില്ല എന്നേ അവർ പറയുള്ളൂ, എനിക്ക് സുഖമില്ല എന്ന് പറയില്ല. നമ്മളൊക്കെ കേരളീയരൊക്കെ നമ്മൾ എനിക്ക് സുഖമില്ല എന്ന് പറയും അല്ലെ. അപ്പൊ അതാണ് വ്യത്യാസം. അപ്പോ ഞാൻ അല്ല ഈ ശരീരം, ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ 2-ാം അധ്യായത്തെ 13-ാമത്തെ ശ്ലോകത്തെ പഠിച്ചിരുന്നു. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തർ ധീരസ്തോത്ര മുഹ്യതി. ഈ ദേഹി എന്ന് പറയുന്നത് ഈ ശരീരത്തിനകത്ത് വാഴുന്ന ആത്മാവാണ്. അപ്പോ ഈ ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. എപ്രകാരമാണ് കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ ശരീരത്തിന് അകത്ത് വസിക്കുന്ന ആത്മാവും ഒരു ശരീരം വിട്ട് വേറൊരു ശരീരത്തിലേക്ക് പോകുന്നു. അതിനെയാണ് ദേഹാന്തര പ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോ ഈ ഒരു തിരിച്ചറിവ്, ഞാൻ ഈ ശരീരമല്ല, വാസ്തവത്തിൽ ഞാൻ ആത്മാവാണ്. ഈ ശരീരം എന്ന് പറയുന്നത് ഈ ആത്മാവിന്റെ ഒരു ബാഹ്യമായിട്ടുള്ള ആവരണം മാത്രമാണ്. ശരീരം എന്ന് പറയുമ്പോൾ തന്നെ അതിന് 2ആയിട്ട് നമുക്ക് വിഭജിക്കാം. സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും. സ്ഥൂല ശരീരം എന്ന് പറയുന്നത് പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഭൂമിരാപോ അനലോ വായു. ഈ പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ സ്ഥൂല ശരീരം. പിന്നെ അതിനോട് ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അങ്ങനെ മൊത്തം എല്ലാം കൂടെ 24 ഘടകങ്ങള് ശ്രീമദ് ഭാഗവതത്തിന്റെ 3-ാം സ്കന്ധത്തിൽ കപില മഹാമുനി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കൂടാതെ തന്നെ സൂക്ഷ്മ ശരീരവുമുണ്ട്. അതായത് മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, ഇത് 3ഉം ചേരുന്ന സൂക്ഷ്മ ശരീരവുമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം അറിയുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രജ്ഞൻ എന്നുള്ളതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 3 എന്താ പറയുന്നതെന്ന് നോക്കാം.
ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മതം മമ. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മതം മമ. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മതം മമ. ഹരേ കൃഷ്ണ. വായിക്കുന്നു. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മതം മമ. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മതം മമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തക്ഷേത്രം യച്ചയതൃച്ഛായതി ക്ഷേത്രയജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മതം മമ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീരാപ്രഭുവാരുടെ വിവർത്തനം ഭാവാർത്ഥം. ഭാരത, ഹേ ഭാരതവംശ, സർവക്ഷേത്രേഷു ച അപേ സർവശരീരങ്ങളിലും കുടികൊള്ളുന്ന മാം എന്നെയും ക്ഷേത്രജ്ഞം ക്ഷേത്രജ്ഞനെന്ന് വിദ്ധി നീ അറിയണം. ക്ഷേത്ര ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞയോഹോ ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള യജ്ഞാനം ഏതൊരു അറിവുണ്ടോ തജ്ഞാനം അതാണ് ജ്ഞാനം അഭിപ്രായം. ഹേ ഭാരതവംശജ, സർവശരീരങ്ങളും കുടികൊള്ളുന്ന എന്നെയും ക്ഷേത്രജ്ഞനെന്ന് നീ അറിയണം. ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള ഏതൊരു അറിവുണ്ടോ അതാണ് ജ്ഞാനം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോ എന്താണ് ജ്ഞാനം എന്നുള്ള അർജുനന്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോ 3 വിഷയങ്ങളാണ് ഉള്ളത്. ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ശരീരം, ക്ഷേത്രജ്ഞൻ ജീവാത്മാവ്, വീണ്ടും ക്ഷേത്രജ്ഞൻ പരമാത്മാവ്. ആരാണ് പരമാത്മാവ്? ക്ഷീരോദകരായ വിഷ്ണു. ഭഗവാന്റെ എന്നുള്ള വിസ്തരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സൃഷ്ടിയെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലെ? കാരണോദകരായ വിഷ്ണു ക്ഷീരസാഗരത്തിന് അങ്ങനെ കടന്നുകൊണ്ട് സൃഷ്ടി തുടങ്ങാണ്. പൊക്കിളി ഈ ഭഗവാന്റെ രോമകൂപങ്ങളിൽ നിന്ന് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഓരോ ബ്രഹ്മാണ്ടങ്ങളിലും വീണ്ടും മഹാവിഷ്ണുവായിട്ട് ഗർഭോദക്ഷയ വിഷ്ണുവായിട്ട് ഭഗവാൻ പ്രവേശിക്കുന്നു. ആ ഗർഭോദക്ഷയ വിഷ്ണുവിന്റെ പൊക്കിളിൽ നിന്ന് താമരപ്പൂ വരുന്നു, അതിൽ നിന്ന് ബ്രഹ്മദേവൻ വരുന്നു. ബ്രഹ്മദേവൻ പിന്നെ സെക്കൻഡറി ക്രിയേഷൻ തുടർന്നുള്ള സൃഷ്ടി നടത്തുന്നു, വിസർഗം നടത്തുന്നു. അങ്ങനെ ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്ന ഓരോ ജീവജാലങ്ങളിലും ഭഗവാൻ വീണ്ടും ക്ഷീരോദകക്ഷായ വിഷ്ണു അല്ലെങ്കിൽ പരമാത്മാവായിട്ട് പ്രവേശിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഭഗവാൻ ഒരു വ്യക്തിഗതനായിട്ടുള്ള ശരീരജ്ഞാതാവല്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. ഭഗവാന് എല്ലാ ശരീരങ്ങളെയും കുറിച്ചിട്ടുള്ള അറിവുണ്ട്. അതുകൊണ്ട് ഭഗവാൻ പരമജ്ഞാതാവാണ്. അതേസമയം നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് നമ്മുടെ ശരീരം തന്നെ പൂർണ്ണമായിട്ടും അറിയാനായിട്ട് സാധിക്കില്ല. ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്ന കാരണം ഭഗവാന് എല്ലാവരുടെയും ശരീരത്തിനെ കുറിച്ചിട്ട് അറിയാം. ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഓരോ ക്ഷേത്രത്തിലും കുടികൊള്ളുന്ന ക്ഷേത്രജ്ഞൻ, അതാണ് ഭഗവാൻ പറയുന്നത്. ഒരു വ്യക്തിക്ക് സ്വശരീരത്തെ കുറിച്ചിട്ട് മാത്രമേ അറിയുള്ളൂ. അത് തന്നെ പരിമിതമായിട്ടുള്ള അറിവാണ്. ഇപ്പൊ നമുക്കൊരു തലവേദന വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഈ തലവേദന വന്നത് അത് മനസ്സിലാക്കാനായിട്ടുള്ള അറിവ് പോലും നമുക്കില്ല. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു മുറിക്കകത്ത് ഇരിക്കുകയാണ്. ആ മുറിക്കകത്ത് വെളിച്ചമുണ്ടെങ്കിൽ നമുക്ക് ആ മുറിക്കകത്തുള്ള സാധനങ്ങൾ കുറേയൊക്കെ കാണാനായിട്ട് സാധിക്കും.
പക്ഷെ ആ വെളിച്ചം മണഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മുറിക്കകത്തിരിക്കുന്ന സാധനങ്ങൾ തന്നെ കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് പിന്നെ എങ്ങനെയാണ് മറ്റുള്ള ഒരു ശരീരത്തിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുക? പക്ഷെ എല്ലാ ശരീരങ്ങളിലും പരമാത്മാവായിട്ട് വാഴുന്ന ഭഗവാനാണെന്ന് എല്ലാ ശരീരങ്ങളെയും കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവുണ്ട്. ബ്രഹ്മസംഹിതയില് പറഞ്ഞിട്ടുണ്ടല്ലേ, ഇന്ദ്രകോപം മതവേന്ദ്ര മഹോത്സവ കർമ്മ. അതായത് ഇന്ദ്രകോപം എന്ന് പറയുന്ന ഒരു ഏറ്റവും ചെറിയ കീടാണു മുതൽ സ്വർഗലോകാവധിയായിട്ടുള്ള ദേവേന്ദ്രൻ വരെയുള്ള എല്ലാവരുടെയും ശരീരത്തിനെ കുറിച്ചിട്ട് ഭഗവാന് പൂർണ്ണമായിട്ടുള്ള അറിവുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പ്രഭുവായൂർ പറയുന്നുണ്ട്. അതായത് ഇപ്പോ ഒരു പൗരന് ആ പൗരൻ താമസിക്കുന്ന ആ ഭൂമിയെ കുറിച്ചിട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം ഒരു വില്ലേജ് ഓഫീസർക്ക് ആ വില്ലേജിന്റെ കീഴിൽ വരുന്ന എല്ലാ ഭൂമിയെയും കുറിച്ചിട്ടുള്ള അറിവുണ്ടാവും. അപ്പോ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഉടമസ്ഥാവകാശം മാത്രമേ നമുക്കുള്ളൂ. പക്ഷെ എല്ലാ ശരീരങ്ങളുടെയും ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഭഗവാനാണ് എന്ന് പ്രഭുപാദർ പറയുന്നുണ്ട്. ഇപ്പോ ഒരു രാജ്യത്തിന്റെ രാജ്യാവകാശം എന്ന് പറയുന്നത് മൗലികമായിട്ട് രാജാവിൻ്റെതാണ്. പ്രജകളെല്ലാം തന്നെ രണ്ടാമത്തെ ഉടമകളാണ്. അപ്പൊ അതുപോലെ തന്നെ ഭഗവാനാണ് എല്ലാ ശരീരങ്ങളുടെയും സർവാധികാരി. അതുപോലെ തന്നെ ഭഗവാന് എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാന് ഋഷികേശൻ എന്നുള്ളൊരു പേര് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഋഷിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങൾ, ഋഷികേശൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ നാഥൻ. അപ്പോ നമ്മളെല്ലാം തന്നെ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളാണ്. അപ്പോ ഇന്ദ്രിയങ്ങളുടെ ജോലി എന്താണ്? പൂർണ്ണമായിട്ടുള്ള വ്യക്തിയെ സേവിക്കുക എന്നുള്ളതാണ്. ഋഷികേശ സേവനം. അപ്പോ അതുപോലെ തന്നെ ഇപ്പൊ രാജ്യത്തെ എല്ലാ പ്രവർത്തനങ്ങളും രാജാവിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന പോലെ തന്നെ എല്ലാ ശരീരങ്ങളുടെയും പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ഭഗവാനോട് പറയുന്നത്. വേദങ്ങളിൽ നിന്നൊരു ശ്ലോകം പ്രഭുവാരെടുത്ത് പറയുന്നുണ്ട്. ക്ഷേത്രാണി ഹി ശരീരാണി ബീജം ചാപി ശുഭ അശുഭേ താനി വേത്തി സയോഗാത്മാ തഥാ ക്ഷേത്രജ്ഞ ഉച്ചതേ. ക്ഷേത്രം എന്ന് പറയുന്ന ഈ ശരീരത്തിൽ രണ്ടുപേര് വാഴുന്നുണ്ട്. ഈ ശരീരത്തിന്റെ ഉടമയായിട്ടുള്ള ജീവാത്മാവ്, അതുപോലെ തന്നെ ഈ ശരീരത്തിന്റെയും അതിന്റെ ഉടമയെയും അറിയുന്ന പരമാത്മാവ്. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് സർവക്ഷേത്രേഷു, എല്ലാ ക്ഷേത്രങ്ങളുടെയും ക്ഷേത്രജ്ഞൻ ഞാനാണ് എന്നുള്ളത് നീ അറിയണം എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്. അപ്പോ ശരീരം, വ്യക്തിഗത ജീവാത്മാവ്, പരമാത്മാവ്, ഇവയെ കുറിച്ചിട്ട് അറിയാത്തവരുടെ ജ്ഞാനം വികല്പമാണ് എന്ന് പ്രഭുവാദർ പറയുന്നുണ്ട്. പ്രകൃതിയെ കുറിച്ചിട്ടും ആ പ്രകൃതിയെ ആസ്വദിക്കുന്ന പുരുഷനെ കുറിച്ചിട്ടും പിന്നെ പ്രകൃതിയെയും വ്യക്തിഗത ജീവാത്മാവിനെയും ഭരിക്കുന്ന സർവജ്ഞനായിട്ടുള്ള ഈശ്വരനെ കുറിച്ചിട്ടും അറിഞ്ഞിരിക്കണം. ഒരു ഉദാഹരണം പ്രഭുവാദർ പറയുന്നുണ്ട്. ഇപ്പോ ഒരു ചിത്രകാരൻ, അതുപോലെ തന്നെ ചിത്രഫലകം, ചിത്രം, ഇത് മൂന്നും വ്യത്യസ്തമാണ്. ചിത്രകാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കുന്ന വ്യക്തി, ആ ചിത്രം വരയ്ക്കുന്നവരെയാണ് ഒരു ഫലകത്തിൽ. അപ്പോൾ ഇത് മൂന്നും വ്യത്യസ്തമാണ്. ഇത് മൂന്നും ഒരേ നിലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ശ്വേതാശ്വതോപനിഷത്തിൽ പറയുന്നുണ്ട്, ഭോക്ത ഭോഗ്യം പ്രേരിതാരം ചമത്വ സർവം പ്രോക്തം ത്രിവിധം ബ്രഹ്മമേത്. കർമ്മക്ഷേത്രമായിട്ടുള്ള ഈ പ്രകൃതി അത് ബ്രഹ്മമാണ്. പ്രകൃതിയെ കീഴടക്കാൻ ശ്രമിക്കുന്ന ജീവാത്മാവും അവരും ബ്രഹ്മമാണ്. അതിന്റെ ഉപരിയായിട്ട് രണ്ടിനെയും നിയന്ത്രിക്കുന്ന ഭഗവാനും ബ്രഹ്മമാണ്. അപ്പൊ മൂന്നും എങ്ങനെയാ ബ്രഹ്മമാകുന്നത്? ഒരു വ്യത്യാസമുണ്ട്. ഭഗവാൻ എന്ന് പറയുന്നത് പരബ്രഹ്മമാണ്, നമ്മൾ വെറും ബ്രഹ്മമാണ്, ഭഗവാൻ പരബ്രഹ്മമാണ് എന്നുള്ളതാണ് ആ വ്യത്യാസം. അപ്പോ ഈ വ്യത്യാസം അറിയണം. നമ്മുടെ
ആ ഒരു അറിവാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ നമുക്ക് നമ്മളുടെ ആ 4 വൈകല്യങ്ങൾ കാരണം നമുക്ക് ഒരു കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള അറിവ് നമുക്ക് ആർജിക്കാനായിട്ട് സാധിക്കില്ല. എന്തൊക്കെയാണ് ഈ 4 വൈകല്യങ്ങൾ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ അപൂർണങ്ങളാണ്, നമുക്ക് എപ്പോഴും തെറ്റ് ചെയ്യാനുള്ള ഒരു വാസനയുണ്ട്, അതുപോലെ നമുക്ക് മറ്റുള്ളവരെ ചതിക്കാനായിട്ടുള്ള വാസനയുണ്ട്, പിന്നെ നമ്മളെപ്പോഴും മായയുടെ അധീനതയിലാണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അപൂർണമായിട്ട് ഇരിക്കും എന്നുള്ളതാണ് ആ വ്യത്യാസം. പക്ഷെ ഭഗവാൻ എന്ന് പറയുന്ന അപൗരുഷേയ, ഭഗവാന്റെ വേറൊരാണ് അപൗരുഷേയ. അത് സാധാരണ ഒരു ജീവാത്മാവിനും ഉപരിയാണ് ഭഗവാൻ. ഭഗവാന്റെ ഓരോ കാര്യങ്ങളും വെൽ പ്ലാൻഡ് ആണ്. ഭഗവാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. നമ്മൾ മുമ്പ് ഒരു കഥ പറഞ്ഞിരുന്നു. അതായത് ഒരു ക്ഷേത്രത്തില് ഒരു പണക്കാരൻ പോയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോ ഒരു കെട്ട് നോട്ട് എടുത്തിട്ട് ഭണ്ണാരത്തിലിട്ട് എന്റെ ബിസിനസ് നന്നായിട്ട് നടക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ അദ്ദേഹം തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ അത് കേട്ടു. അതിനുശേഷം ഒരു സാധു ബ്രാഹ്മണൻ വന്നു. അപ്പൊ സാധു ബ്രാഹ്മണൻ പറഞ്ഞു, ഭഗവാനെ, എന്റെ മകളുടെ കല്യാണമാണ്, എന്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ല, ഞാൻ എങ്ങനെ എന്റെ മകളുടെ വിവാഹം നടത്തും? അങ്ങ് തന്നെ ഇതിനൊരു വഴി ഉണ്ടാക്കി തരണം എന്നും പറഞ്ഞ് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് എന്നിട്ട് നോക്കിയപ്പോഴും കാണാൻ ഒരു പേഴ്സ് അവിടെ ഇരിക്കണം. ഓ, ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും അങ്ങ് എനിക്ക് ഇത്രയും ധനം തന്നുല്ലോ. അദ്ദേഹം ആ പേഴ്സും എടുത്തുകൊണ്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ തന്നതായിരിക്കും എന്നുള്ള ആ ഒരു വിചാരത്തില്. അതിനുശേഷമാണ് ഒരു കപ്പിത്താൻ വന്ന് പ്രാർത്ഥിക്കുന്നത്, ഞാൻ ഇന്ന് കപ്പലും കൊണ്ട് കടലിൽ പോവുകയാണ്, അപ്പോ യാത്രയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകരുത് പ്രാർത്ഥിച്ച് അങ്ങനെ തിരിഞ്ഞപ്പോ കാണാം പോലീസുകാരൻ വരുന്നു. കൂടെ ഈ പണക്കാരനുണ്ട്, അയാളുടെ പേഴ്സ് കാണാനില്ല. അപ്പോ ഈ മുമ്പിൽ കാണുന്ന കപ്പിത്താനെയാണ്. ഈ കപ്പിത്താനെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ടു. അപ്പോ നമുക്കൊരു ചോദ്യം സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാം, എന്തുകൊണ്ടാണ് ഈ ഒരു തെറ്റും ചെയ്യാത്ത ഈ കപ്പിത്താൻ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്? അതിൽ പിന്നിലും ഭഗവാന്റെ കൈ തന്നെയാണ് പ്രവർത്തിച്ചത്. കാരണം കപ്പിത്താൻ കപ്പലും കൊണ്ട് ആ ദിവസം കടലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അന്ന് കടൽക്ഷോഭം ഉണ്ടാകും. അപ്പോ കപ്പല് അപകടത്തിൽപ്പെടും. അപ്പൊ അതിൽ നിന്ന് ആ കപ്പിത്താനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനൊരു പദ്ധതി ആസൂത്രണം ചെയ്തത്. അപ്പോ ഭഗവാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും അതിന്റെ പിറകിൽ ഒരു കാരണം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാൻ എല്ലാ ശരീരങ്ങളെയും കുറിച്ചിട്ട് അറിയുന്ന വ്യക്തിയാണ്. അതേസമയം നമുക്ക് നമ്മളുടെ ശരീരത്തിനെ കുറിച്ച് തന്നെ പൂർണ്ണമായിട്ടുള്ള അറിവില്ല. പക്ഷെ നമ്മളും ക്ഷേത്രജ്ഞനാണ്, ഭഗവാനും ക്ഷേത്രജ്ഞനാണ്. ഇതാണ് ഈ ശ്ലോകത്തിൽ കൂടെ ഭഗവാൻ അർജുനന് പകർന്നു കൊടുക്കുന്ന അറിവ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വീരേന്ദ്രാശ്രമത് ഭഗവത്ഗീത കി ജയ്, ശ്രീല പ്രഭാത് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, നിതായ് പ്രേമാനന്ദ. കാർത്തിക മാസത്തിന്റെ അവസാനത്തെ 3 ദിവസമാണ്. ഇന്ന് ഭീഷ്മ പഞ്ചകവ്രതത്തിന്റെ 2ാമത്തെ ദിവസമാണ്. ഭീഷ്മ പഞ്ചകവ്രതം എല്ലാവരും അനുഷ്ഠിക്കുന്നുണ്ടോ എനിക്കറിയില്ല. പക്ഷെ പൊതുവെ ഈ ചാതുർമാസ്യ വ്രതം എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഭീഷ്മ പഞ്ചകവ്രതം വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഭീഷ്മ പഞ്ചവ്രതത്തില് നമ്മള് പൊതുവെ അതായത് ഇന്നലെ ഏകാദശി, ഇന്നലെ മുതൽ മറ്റന്നാൾ പൂർണിമ വരെയുള്ള സാധാരണ 5 ദിവസമാണ്. പക്ഷെ ഈ പ്രാവശ്യം 4 ദിവസമേ ഉള്ളൂ, തിഥിയുടെ വ്യത്യാസം കാരണം. ഇപ്പൊ ഈ 4 ദിവസം നമ്മള് ഈ ഫ്രൂട്ട്സും റൂട്ട്സും മാത്രമേ കഴിക്കുള്ളൂ. ഫ്രൂട്ട്സിൽ തന്നെ അധികം വിത്തുള്ള ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ കഴിക്കില്ല. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുക? ഭഗവാൻ ഭീഷ്മദേവന് കൊടുത്തിരിക്കുന്ന വരമാണ്. ഭീഷ്മദേവൻ ശരശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പോ ഭഗവാൻ പറഞ്ഞു, അങ്ങ് മനസ്സമാധാനത്തോട്ട് ശരീരത്തിച്ചോളൂ, അങ്ങയെ ഈ കാർത്തിക മാസത്തിന്റെ എല്ലാ മാസങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാർത്തിക മാസത്തിന്റെ അവസാനത്തെ 5 ദിവസങ്ങൾ എല്ലാ ഭക്തരും അങ്ങയെ സ്മരിക്കും, അങ്ങയ്ക്ക് വേണ്ടി തർപ്പണം ചെയ്യും, അങ്ങയ്ക്ക് ഗംഗാജലം കൊണ്ട്, അങ്ങയുടെ തന്നെ മാതാവാണ് ഗംഗാ മാതാവ്, അങ്ങയുടെ ആ ഗംഗാജലം കൊണ്ട് അങ്ങയ്ക്ക് അർഘ്യം സമർപ്പിക്കും, അങ്ങയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
പൗത്രോചിതം ഗീത, ഒരു പുത്രൻ എങ്ങനെയാണോ പിതാവിന് വേണ്ടിയിട്ട് തർപ്പണം ചെയ്യുന്നത്, ഒരു പൗത്രൻ എങ്ങനെയാണോ പിതാമഹന് വേണ്ടി തർപ്പണം ചെയ്യുന്നത്, അതേപോലെ തന്നെ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ഭക്തരും ഈ 5 ദിവസം തർപ്പണം ചെയ്യും, അർഘ്യം സമർപ്പിക്കും, പ്രാർത്ഥിക്കും എന്നുള്ള ആ ഒരു വരം കൊടുത്തിട്ടുണ്ട് ഭഗവാൻ കൃഷ്ണൻ ഭീഷ്മദേവന്. അപ്പൊ ആ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭീഷ്മ പഞ്ചകവ്രതം അനുഷ്ഠിക്കുന്നത്. പറ്റുന്നവർക്ക് അത് അനുഷ്ഠിക്കാം, നിർബന്ധമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ അനന്തപത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭുജി പാദ നമസ്കാരം. പ്രഭുജി, നമ്മള് ഭീഷ്മ പഞ്ചകം എടുത്ത് അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് പ്രഭുജി? നമ്മള് പൂർണിമയുടെ ദിവസം വൈകുന്നേരം നമുക്ക് ചന്ദ്രനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രം പറഞ്ഞിട്ട്, ഞാൻ ആ മന്ത്രം അയച്ചു തരാം. ആ മന്ത്രം പറഞ്ഞിട്ട് നമുക്ക് നോർമലായിട്ടുള്ള അന്നം ഭക്ഷിക്കാം, ആഹാരം കഴിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഈ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറയുന്നത് ഭഗവാൻ